ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ മക്കൾക്ക് ഓണത്തിനും അതേപോലെ കല്യാണ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മുല്ലമുട്ട് വെച്ചിട്ടുള്ള ഒരു നൈലോൺ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത്ര ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്തോ ചെയ്തതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു പീസാണ്, അതാണ് ഇത്ര ലെങ്ത്തിലിരിക്കണത്. പിന്നെ മുല്ലമുട്ട് വേണം, ഇതേപോലത്തെ പോളൻസ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുല്ലമുട്ടിൽ നിന്ന് ഒരേ സൈസിലുള്ള നല്ലത് നോക്കിയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് രണ്ടെണ്ണം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഫെൽറ്റിലായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ച് വേണം ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഗ്യാപ്പില്ലാതെ ഇതുപോലെ അടുപ്പിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഫെൽറ്റ് ഷീറ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റങ്ങളൊന്ന് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ നൂലൊക്കെ പോരാതിരിക്കാനായിട്ടത് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ രണ്ട് ബഡ്സ് അടുപ്പിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അത് ഗ്ലൂ ഗണ്ണായത് കാരണം തന്നെ പെട്ടെന്ന് ആ ഒരു ഗ്ലൂ ഡ്രൈ ആയി നമുക്ക് കിട്ടും കേട്ടോ. B7000 ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഒന്ന് ഫിക്സ് ആവാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഇതേപോലത്തെ പോളൻസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലായിട്ട്, അതായത് രണ്ട് മുല്ലമുട്ട് വെച്ചതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു പോളൻസ് ഫിക്സ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പം അതും ഇതേപോലെ കുറച്ച് നേരം ഒന്ന് വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ അതൊന്ന് ഫിക്സ് ആയി കിട്ടും. ഇനി അതേപോലെ തന്നെ അടുത്ത രണ്ട് ജാസ്മിൻ ബഡ്സും കൂടെ ഇതേപോലെയാണ് വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു വർക്ക് കുറച്ച് പെർഫെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഗ്യാപ്പ് വരാണെങ്കിൽ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല കാണാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ബഡ്സ് ആയിരിക്കണം നമ്മൾ വെച്ചെടുക്കേണ്ടത് കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് വെച്ചെടുക്കുമ്പോൾ അത്ര ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ അതേപോലെ നല്ലതുപോലെ ഗ്യാപ്പ് വരികയും ചെയ്യും. അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള ബഡ്സ് എടുക്കുകയാണെങ്കിൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ ഒരേ വലുപ്പത്തിലുള്ളത് വെച്ച് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ രണ്ട് ലെയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒരു ലെയർ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് പിന്നെ നമ്മൾ പോളൻസ് ആണ് വെച്ചെങ്കിൽ പിന്നെ അടുത്തതിൽ നമ്മൾ രണ്ട് ലെയറാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ പോളൻസ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റെമ്മോ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതേപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ലെയർ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് കേട്ടോ. നമ്മൾ രണ്ട് ലെയർ സെറ്റ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പോളൻസ് വെച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ചെറിയ മക്കൾക്കല്ല യൂസ് ചെയ്യാനായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരുപാടൊന്നും വെച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ലെയർ മാത്രം ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ലാസ്റ്റിലുള്ള ബഡ്സ് വെച്ചെടുക്കാണ്. അപ്പൊ ആ ഒരു ബഡ്സ് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റെമ്മ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഗ്യാപ്പ് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതേപോലെ ആ ഒരു സ്റ്റെമ്മ് മുമ്പ് വെച്ചിട്ടുള്ള ഒരു ബഡ്സിന്റെ ഇടയിലേക്കായിട്ട് ഇതുപോലെ കയറ്റി വെച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പോളൻസ് ഉണ്ടല്ലോ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ബഡ്സിന്റെ അതേ സൈഡിലേക്കായിട്ടാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്റ്റെമ്മ് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പോളൻസ് മാത്രം ഓവറായിട്ട് പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ചധികം ഞാൻ അതിന്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പിൽ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു പോളൻസ് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ബഡ്സിന്റെ അതേ സൈഡിലേക്കാണ് പോളൻസും വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒരു ജാസ്മിൻ ബഡ്സ് വീതം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ വെച്ചെടുക്കാം. പിന്നെ നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ അറ്റൊന്ന് ലൈറ്റ് വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു നൈലോൺ ബാൻഡ് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ആ ഒരു ജാസ്മിൻ ബഡ്സ് ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുത്തിട്ട്
ഇതേപോലെയാണ് ഗ്ലൂ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഭാഗത്ത് ഗ്ലൂ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഈ ബാൻഡ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ നൈലോൺ ബാൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, ഞാനത് വിരല് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലതുപോലെ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. അറ്റം വരെ നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ ഫുള്ള് ഇതേപോലെ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടോ. അപ്പൊ നമുക്ക് ഓണം കഴിഞ്ഞിട്ടായാലും നമുക്ക് അതിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ, കുഞ്ഞു മക്കൾക്കൊക്കെ വെച്ചാൽ കാണാനായിട്ട്. അപ്പൊ നമ്മള് ഹെയർ ആക്സറീസ് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ സ്റ്റാറ്റസ് വെക്കുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള മുല്ലമുട്ട് വെച്ചിട്ടുള്ള ഹെയർ ബോയും ടിയാറയും മുതിർന്നവർക്കായിട്ടുള്ള സെന്റർ ക്ലിപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരെ കണ്ടു നോക്കി നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു പോളൻസിന്റെ ഈ ഒരു കളർ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാ കളേഴ്സും നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാനായിട്ട് പറ്റും, ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.